ഗസ്ട്രോള് കിട്ടില്ലായിരുന്നു. ചിരിച്ചിരിച്ചിരിച്ചു കണ്ടിരിക്കുന്ന പോലെ അതുപോലെ ലാസ്റ്റ് പടത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കൂടെ ചത്താപ്പച്ച ചത്താപ്പച്ചയാണോ തത്താപ്പച്ചയാണോ? തത്താപ്പച്ച. പടം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പടം കാണുന്നതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പാണ് ട്രെയിലർ വന്നത്. ട്രെയിലർ എനിക്ക് വേറെ ആൾ അയച്ചു തന്ന കണ്ടു. നല്ല പ്രോമിസിങ് ആയിട്ടുള്ളൊരു പരിപാടി. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, മലയാളത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പ് അങ്ങനെ പരിപാടി കണ്ടിട്ടില്ല. നാടൻ പരിപാടി അല്ലാതെ തന്നെ ഫോറിൻ റെസ്ലിംഗ് പരിപാടികളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ട്രെയിലർ കട്ട്സ് നല്ലതുകൊണ്ട് കണ്ടാൽ നമുക്ക് കാണണം എന്നൊരു സംഭവം തോന്നി. അങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ വന്ന് പടത്തിന് പോയി. ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഹൈയൊന്നും എന്തായാലും പടം കണ്ടപ്പോൾ കിട്ടിയിട്ടില്ല. ഓവറോൾ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജിന് താഴെയാണ്. അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. എനിക്ക് കുറേ എറണാകുളമൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഇച്ചിരി ഇതൊക്കെ ഉണ്ട്, അവിടുത്തെ സ്ലാങ് നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ആദ്യത്തെ ഒന്നും അങ്ങോട്ട് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന പോലെ തന്നെ നല്ല ക്യാമറ മൂവ്മെൻറ്റ്സ് നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ഫൈറ്റ് ഉണ്ടായിരുന്നു റിങ്ങി കിടന്നുള്ള ആദ്യത്തെ. അതിൽ ഈ മൂവ്മെൻറ്റ്സും അവിടുത്തെ ലൈറ്റിങ്ങും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ഒരു സാധനം ക്യാമറയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മേക്കിംഗ് നല്ല ഡയറക്ടർ ഇച്ചിരി പണി അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പടം ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തു. പടം ഒത്തിരി മടുപ്പായിട്ട് തോന്നിയില്ല. പക്ഷെ ചില സമയങ്ങളിൽ പടം ചില ബോറായിട്ടും ചില സമയത്ത് സ്കോർ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു പാതി വന്ന ഇന്നിങ്ങനെ കയറി ഇറങ്ങി. ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പടം എങ്ങനെ പോയാലും കഥ എങ്ങനെ പോയാലും ആക്ഷൻ സീൻസ് വരുന്ന സമയത്ത് അത് ചെറിയത് മുതൽ വലുതായിക്കോട്ടെ, ഏത് ആക്ഷൻ സീൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പിള്ളേരുടെ അതായത് അതുവരെ പടം ഇങ്ങനെ ഒരു ന്യൂട്രൽ ഇങ്ങനെ പോവാണ്. പക്ഷെ ആദ്യത്തെ പിള്ളേരുടെ ആക്ഷൻ ഉണ്ട് തിയേറ്ററിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ പടത്തിൽ ഇന്നായി സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ ഡ്രോബാക്സ് വരുന്നുണ്ടെങ്കിലും ഈ ആക്ഷൻ സീൻസ് ആരുടെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും എവിടെ വെച്ചാണല്ലോ എല്ലാ ആക്ഷൻ സീൻസും അത് റിങ്ങിലുള്ളതായിക്കോട്ടെ, വഴിയിലുള്ളതായിക്കോട്ടെ, തിയേറ്ററിൽ ഏത് സാധനമാണെങ്കിലും ആര് ചെയ്താലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ആ പെർഫോം ചെയ്തവരും കൊള്ളാം, മേക്ക് ചെയ്തേക്കുന്നതും നന്നായിട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ കഥയ്ക്കകത്ത ഡ്രോബാക്സും ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പടത്തിനകത്ത്. അതുകൊണ്ട് പടം പുറകോട്ട് വലിഞ്ഞു അതുകൂടെ ഒന്ന് നന്നാക്കിയിരുന്ന ഗംഭീര പടമാണ്. ഉറപ്പായിട്ടും ഗംഭീര പടം അല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ കഥ, സ്ക്രീൻ പ്ലേ വൈസ് ഒക്കെ ഒരു നോർമൽ സാധനം. അതായത് ഒരു നോർമൽ കഥ ഒരു സാധനം വെച്ചിട്ട് മേക്ക് ചെയ്ത് അടിപൊളിയാക്കുന്ന രീതിയുണ്ട്. ആ സാധനം ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ കഥയൊക്കെ സാധാരണ ഇടയ്ക്ക് കാണുമ്പോൾ ഒരു തമിഴ് പടം പോകുന്ന പോലത്തെ ഒരു ആദ്യമൊക്കെ തോന്നുന്നു. അതിങ്ങനെ കണ്ടു വന്നു. പക്ഷെ ചില സമയങ്ങളിൽ ഇമോഷൻസ് ഒന്നും ഭയങ്കരമായിട്ട് വർക്കായില്ലെങ്കിലും ഈ പറഞ്ഞ സാധനങ്ങൾ മേക്കിംഗ് വൈസും പിന്നെ ചില പ്ലേസിങ്ങളുണ്ട്. എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ റെസ്ലിംഗ് കാണുമ്പോൾ നമുക്ക് അന്ന് കിട്ടുന്ന ഒരു കിക്കില്ലേ, അത് ആദ്യം ഫീൽ ചെയ്തില്ല. തുടക്കത്തിൽ ആ പിള്ളേർ സാധനം കാണിക്കുമ്പോൾ ഇതെന്താ ഒരു മടുപ്പ് കഴിച്ചു വന്നിട്ട് ഇവർ രണ്ടാമത് റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സാധനം അത് എങ്ങനെയാണെന്നോ ചെറുതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ചെറിയൊരു രസം തോന്നി വേണം. പിന്നെ ഞാൻ കാണാൻ പോയപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വൈകിട്ടാണ് പോയത്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ പടം കാണാൻ പോയത്. അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് മൊത്തത്തിൽ ഫാമിലി എല്ലാവരും. അപ്പം കൂടുതൽ ആൾക്കാർ ഫാമിലി ആയിട്ടാണ് വന്നത്, ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അങ്ങനെ കമ്പനി അടിച്ച് വരുന്ന ആൾക്കാർ കുറവായി. പടം തുടക്കത്തിലൊന്നുമില്ല. പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഗസ്റ്റ് റോൾ വരുമ്പോൾ അത് സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ തിയേറ്ററിൽ ഞാനും ഓണായി നോക്കുമ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് പോലും ഭയങ്കര സപ്പോർട്ടും ഭയങ്കര അത് ഒരു രക്ഷയില്ലാത്ത ഇന്നലെ തന്നെ പോയത്. വൈകുന്നേരം പോയി. പക്ഷേ പകുതി എന്ന് പറയാൻ പോലുള്ള ആളില്ലായിരുന്നു. ഇവിടെ പക്ഷെ ആളുണ്ടായിരുന്നു, തിയേറ്ററിൽ നല്ല ആളുണ്ടായിരുന്നു. ഗസ്റ്റ് റോള് കിട്ടില്ലായിരുന്നു. ചിരിച്ചിരിച്ചിരിച്ചു അതൊരു ഫണ്ണാക്കി ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. പടത്തിൽ അത് പ്ലേസ് ചെയ്ത രീതി കൊണ്ടാണോ, നമുക്ക് ഇഷ്ടപ്പെട്ട നടൻ വന്നുകൊണ്ടാണോ, അതോ തിയേറ്ററിലെ ആംബിയൻസ് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? മൊത്തത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പുള്ളി വന്ന സമയം തൊട്ട് ഓഡിയൻസ് ഓക്കെ ആയി, മൊത്തത്തിൽ ഞാനും ഓക്കെ ആയി. എനിക്കും ആ സമയത്താണ് പടത്തിൽ ചെറിയ കിക്ക് കിട്ടുന്നത്. ക്യാമിയോ ഇവിടെ ഞങ്ങളെ കണ്ടിട്ട് ഞാൻ വല്ലാണ്ട് ചിരിച്ചൊന്നുമില്ല. എനിക്ക് സംഭവം പോരാ എനിക്ക്. അത് ഏത് ബുള്ളറ്റ് വാൾട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ശരിക്കും കറക്കാത്ത ആവശ്യമില്ല. പിന്നെ പിള്ളേർ ഇൻസ്പിറേഷന് വേണ്ടി തുടക്കത്തിൽ അവരുടെ പാസ്റ്റ് വേണം കാണിക്കാൻ ജസ്റ്റ് ഒന്ന്. അതല്ലാതെ
ഇവരുടെ ജീവിതത്തിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യം പുള്ളിക്കുള്ളതായിട്ട് നമുക്ക് കഥ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇല്ലില്ല. അവസാനം പുള്ളി അവിടെ വരേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിങ്ങനെയല്ല ചെയ്തു. ഇപ്പോൾ റോഷനെ കൊണ്ട് ക്ലൈമാക്സ് തീർക്കാവുന്ന കേസ് അത്രേ ഉള്ളൂ. അതാണ് മെയിൻ സംഭവം. അവിടെ കൊണ്ട് ഒരു സംഭവം ഒരു ചേരാത്തൊരു സാധനം കൊണ്ടുവെക്കുമ്പോൾ ഇംപെർഫെക്ഷൻ വരുമല്ലോ, ആവശ്യമില്ലാത്ത സ്ഥലത്തോട് കുത്തിക്കയറ്റിയ പോലെ ആ സാധനമുണ്ട്. അതിപ്പോൾ റോഷൻ അങ്ങനെ ഒറ്റ ബുദ്ധിയുള്ളൊരു ഒറ്റ മൈൻഡ് ക്യാരക്ടറാണ്. പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അടിച്ച് തീർക്കുമ്പോൾ അവനുള്ളത് തന്നെ ഇല്ല. തീരാവുന്ന കേസ് ഉള്ളൂ. പിന്നെ അവിടെ മമ്മൂട്ടി വരിക എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അപ്പോൾ അതിനകത്തൊരു വിലയില്ലാത്തൊരു സെറ്റപ്പ് വരും. ആ ഒരു ക്യാരക്ടറിന് വിലയില്ല. അത് കറക്റ്റായിട്ട് കാണുമ്പോൾ അറിയാനുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് വേറെ സാധനമുണ്ട്. അവരല്ലാതെ ഹെൽപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പുള്ളി അതുകൊണ്ട് പുള്ളിയാണ് കഥയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, സിനാരിയോ മാത്രമല്ല ഇവരെ സംരക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ക്യാരക്ടറാണല്ലോ പുള്ളി. സാമ്പത്തികമായിട്ടൊക്കെ ഇവര് സഹായിക്കുന്നൊക്കെ പുള്ളിയാണല്ലോ. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്കത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണോ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ WWE ഒക്കെ കണ്ടിട്ട് ആ സാധനം കൊണ്ട് കൊച്ചി കൊണ്ട് പ്ലേസ് ചെയ്ത സാധനം അടിപൊളി നല്ലൊരു ഐഡിയ എലമെന്റ് ഞാൻ പറയാൻ ഓർത്താണ്. കാരണം ഞാൻ പറഞ്ഞില്ല ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യില്ലാത്ത ഒരു സാധനം ചെയ്തതിന് അത് അപ്രീസിയേഷൻ അപ്രീസിയേറ്റ് ചെയ്യേണ്ട കാര്യം. ഞാനപ്പോൾ ആലോചിച്ചു നമ്മൾ വർക്ക് ആവുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഇവിടെ കേരളത്തിൽ WWE കൊണ്ടുവന്ന് എങ്ങനെ ശരിയാവും. പക്ഷെ അത് അവര് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ കാണുമ്പോൾ ഈ ബിഗ് ഷോയുടെ കഥാപാത്രം മറ്റേ ആ റേമസ്റ്റീരിയുടെ അത്തിച്ചിരി കിട്ടുന്ന സാധനം അത് എന്തൊരു കിളിയായിരുന്നല്ലോ. അത് കണ്ടപ്പോ അത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടോ സാധനം. റേമസ്റ്റീരിയോ WWE കാര്യമൊക്കെ വെച്ച് പറയുന്നുണ്ട്. അവന് എന്തൊരു കൊടുക്കുന്നുണ്ട്, ഇൻട്രോ കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. പുള്ളി വന്നപ്പോ ഏറ്റവും അടിപൊളി സാധനം കിട്ടി. ആ ക്യാരക്ടറിനെ ഡയറക്റ്റ് ഇൻസ്പയർ ചെയ്തിട്ട് ഇപ്പൊ ഗേറ്റ് കളി പോലെ നല്ല ഹൈറ്റുള്ള കൊണ്ട് അങ്ങനെ ആ റിയൽ ക്യാരക്ടേഴ്സ് ഇൻസ്പയർ ചെയ്തിട്ട് ഇവിടെ പ്ലേസ് നമ്മളെ റിലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. അതെ അതെ, കാണുമ്പോൾ നമുക്കറിയാം ബിഗ് ഷോ ആണ് മറ്റേ ആളാണെന്നുള്ള. പിന്നെ ഗുസ്തിയുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതും കുറച്ചും കൂടെ പടത്തിനെ വിശ്വസനീയമാക്കുന്നുണ്ട്. മറ്റവന്മാര് വിശാഖന്റെ ആൾക്കാർ വരുമ്പോ ഇടിച്ചിടുന്നതൊക്കെ പിന്നെ ഞാൻ ഭരതനാട്യോ മാർഗളി എല്ലാം ഓടിപ്പിച്ചെന്നൊക്കെ പറയുന്നത്. ഈ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കൺവിൻസ് ആക്കും. അല്ലെങ്കിൽ അതൊരു ഇതായി പോയനെ. റോഷൻ ഇച്ചിരി അത് ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും കുറഞ്ഞ സ്പേസിലും അല്ലേ, കുറഞ്ഞ പുള്ളിയാണെങ്കിലും പുള്ളി വന്നിട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് തന്നെ ഇതുവരെ കാണാത്ത റോഷൻ കണ്ടിട്ട് പേടിയായി പോയി. ആ ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ ഒരു പ്ലേ ബോയ്, ഒരു ചിൽ മനുഷ്യൻ. അതെ അതെ, അത് ഭയങ്കര അതെന്നറിയോ ഈ കൊച്ചിനെ കാണുന്ന സീനുകളിലൊക്കെ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പുള്ളിയുടെ പെർഫോമൻസ് ഒട്ടും ഇടുന്നില്ല. പുള്ളിയുടെ അതിനകത്ത് നിന്ന് പുള്ളി മൈന്യൂട്ടായിട്ടാണ് കൊടുത്തേക്കുന്ന പല സാധനങ്ങൾ. പുള്ളിയുടെ ഫേസ് അങ്ങനെ തന്നെ ഭയങ്കര ഇതായിട്ട് ഇരുന്നാലും വളരെ ചെറിയ ചെറിയ ഡയമണ്ട് സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ. അടിപൊളിയല്ലേ, ക്യാരക്ടേഴ്സ് എല്ലാം നല്ലായിരുന്നു. റിസോർട്ട് കിട്ടുന്നുണ്ടോ പുള്ളി എല്ലാം അടിപൊളിയാണ്. കഥയെ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കാന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ നല്ലതായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. അതെല്ലാരും ഫിസിക്കലി നല്ല ബിൽഡാണ്. എല്ലാവരും റോഷനും ലാസ്റ്റ് വിശാഖ ഷട്ട് വരുമ്പോ അല്ല പണിയെടുത്തു. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നസ്ലിന്റെ മറ്റേ സിനിമ വന്നല്ലോ, നമ്മുടെ ജിങ്കാനയ്ക്ക് അതാണ് ക്രൂ ടീം ഫുള്ള് വർക്ക് ചെയ്തായിരുന്നു ഫിസിക്കലി. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളൊരു കോസ്റ്റ്യൂമും കൊള്ളാം. ഈ പടത്തിലെ കോസ്റ്റ്യൂമും കൊള്ളാം, എല്ലാവർക്കും പറ്റിയാണ്. ഞാൻ പറയാം, ഇപ്പൊ റോഷന്റെ കോസ്റ്റ്യൂം ഭയങ്കര രസമാണ്. അവന്റെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ്. അതിൽ കാണുമ്പോൾ തന്നെ പുള്ളി ഒരു ടഫ് ലുക്കാ ഇവിടെ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കും നമ്മുടെ അർജുന അശോകനും കൊടുത്തിരിക്കുന്നതും കോസ്റ്റ്യൂംസ് എല്ലാം ലിറ്റിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള വേർഷനാണ്. മറ്റവർക്ക് കണ്ടു കൊടുത്ത കുറച്ചുകൂടെ ഒരു ഹാർഡായിട്ടുള്ള പരിക്കൻ സ്വഭാവമുള്ള ആൾക്കാരാണ് കൊടുത്തിന് ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ബ്രൗണിഷ് ആണ് റോഷൻ യൂസ് ചെയ്യുന്നത്. അവനും അതെ ഒരു കോർഡോൽ ടൈപ്പാണ് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ റോഷൻ യൂസ് ചെയ്യുന്നത്. കോർഡോൽ ബ്ലാക്ക് പാൻറ്റും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഭയങ്കരമായിട്ടും നന്നായിട്ട് അത് എറിച്ച് നിൽപ്പുണ്ട്. കൊച്ചാടി പൊളി, കൊച്ചാടി പൊളി കിട്ടില്ല. കൊച്ചൊരു രക്ഷയില്ല, കിട്ടില്ല പെർഫോമൻസ്. എവിടെ തപ്പിയെടുത്താവോ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എലമെന്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ലവ് എലമെന്റ് കൊണ്ടുള്ള അതിനകത്ത് ചിലപ്പോൾ കുത്തി കയറ്റി കൊണ്ടുള്ള ആ ഒരു സാധനം ഈ പടത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ചെറിയൊരു ഫീല് കിട്ടി പുള്ളിക്കാരെ കാണിച്ചപ്പോൾ. അവരുടെ ഒരു ഇവര് നല്ലൊരു കോമ്പിനേഷനാണ്. ഇവര് നേരത്തെ വേറെ ഇതിന് മുന്നേ ഒരു പടം മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. അർജുന അശോകനും കൊടുത്തിട്ടില്ല, ആർക്കുമില്ല. മറ്റുള്ള സിനിമ ഈ തമിഴ് സിനിമയ്ക്കകത്ത് കുത്തി കയറ്റുന്ന ഒരു നായിയെ കൊണ്ടുവന്ന് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിട്ട് ഒരു പരിപാടിയില്ല, ഒരു ബാക്ക് സ്റ്റോറിയും കാണിക്കുന്നില്ല. പറഞ്ഞു
പറഞ്ഞു പോകുന്നല്ലാതെ വളരെ സിമ്പിളായിട്ട് പുള്ളി ചെറിയ സ്പേസിൽ മാത്രം പുള്ളി വരുമ്പോൾ മാത്രം ഒന്ന് അവർ ആ ഒരു ഇതിലേക്ക് പോകുന്നു മാത്രം ഒരു അവിടെ രണ്ടൊരു കോമ്പിനേഷൻ മാത്രം അതുണ്ട് പുള്ളിക്ക് അത് കൊടുക്കാം. ആ പടത്തിന് ഇമോഷൻ മതി, അതിനകത്ത് വേറെ ആവശ്യമില്ല, വേറൊരു അങ്ങനത്തെ ഒരു എലമെന്റ് കൊണ്ടുവരേണ്ട കാര്യം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള വേറെ സംഭവമുണ്ട്, കുറച്ച് കാലമായിട്ട് ഈ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഏച്ചുകെട്ട് രീതിയിൽ പല ക്യാരക്ടേഴ്സിനും പല പടത്തിലും പ്രസന്റ് ചെയ്യുന്ന പല സമയത്തും കണ്ടോ. അത് ഗ്ലോബലി ഉണ്ട്. ഇപ്പം തന്നെ മാർവലിൻ്റെ ഒക്കെ സൈഡിൽ പോയി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലീഡ് ചെയ്യുന്ന മെയിൽ ക്യാരക്ടറിൻ്റെ അതേ ഫീമെയിൽ വേർഷൻ ഉണ്ടാക്കുക, ലേഡി ക്യാപ്റ്റൻ അമേരിക്ക ക്യാപ്റ്റൻ കാർട്ടർ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടെ നടക്കാറുണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു ഫീൽ ചെയ്ത് ഇതിനു വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലോ എന്നുള്ളത്. പക്ഷെ വളരെ നൈസായിട്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ. പക്ഷെ നമ്മള് അവളൊരു പെണ്ണായിട്ട് കൺസിഡർ ചെയ്യാതെ ഫീൽ ചെയ്യുന്നില്ല. ആലോചിക്കണം, വളരെ സ്ട്രോങ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം. നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അവളൊരു ഒരാൾ വ്യക്തി എന്നുള്ളതല്ല, കാണുന്ന ഒരാൾക്കും തോന്നത്തുമില്ല. അടിപൊളിയായിട്ട് അങ്ങനെ ഒന്നുമില്ല. പണ്ടത്തെ പോലെ പെണ്ണ് അബലയാണ് മറ്റൊന്നുമില്ല, നോർമലായിട്ട് ഇവിടെ കൂട്ടത്തിലുള്ള ഒരാൾ വളരെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റ്. ആ ഒരു സംഭവം നല്ലായിരുന്നു കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. കാരണം ഫൈറ്റ് വരുന്ന പോലെ തന്നെ ഒരു മറ്റേ ഭിക്ഷു ആയിട്ട് ഫൈറ്റ് വരുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒരു പെണ്ണുമില്ല, അവള് മാത്രമേ ഉള്ളൂ. അത്ര ആണുങ്ങളെടുത്ത് അവൾ അടിച്ചു നിൽക്കുന്നുണ്ട്. ഡ്രാമാറ്റിക് ആണെങ്കിൽ പോലും പക്ഷെ അതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പരിപാടികളൊക്കെ നല്ല രസമാണ്, ഫൈറ്റ് ഒക്കെ ചെയ്തേക്കുന്നൊക്കെ രസമായിട്ട്. മറ്റേ ഇവിടുത്തെ മറ്റവന്റെ കാമുകിയെ കഴിച്ചു, മറ്റേ ഭസ്മത്തിന്റെ അടുത്ത ഭസ്മം വരുമെന്നൊക്കെ അത് ഭയങ്കര രസമുണ്ട്. മറ്റേ മസിൽ കാണിക്കാണ് പുള്ളിയെ പറയുന്നിട്ട് ഇങ്ങനെ വിഷയ സാധനമായിരുന്നു. ഞാൻ ആലോചിച്ചു പുള്ളി അപ്പം അവിടെ കാണിച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പൊ തന്നെ മസിൽ കാണിക്കാൻ പറയുമ്പോൾ ഞാൻ ഓർത്തു മറ്റവന്റെ വീഡിയോ നല്ല രസം കേട്ടോ. മറ്റേ ആന്റണി പുള്ളി മറ്റേ കണ്ണൊക്കെ കരഞ്ഞിട്ട് 32 ഷഡ്ഡി ഞാൻ അവളെ പേര് തയ്പ്പിച്ചെന്ന്. 32 ഷഡ്ഡി അയ്യോ ഒന്നായിരുന്നു. അവള് കുറെ സാധനം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഓളം വെച്ചൊക്കെ പോയി കാണുമായിരുന്നു നല്ലൊരു പടം. അത് ക്രൗഡിനോടെ കാണാൻ ഫണ്ട് അത് ചെയ്യായിരുന്നു. ക്രൗഡിനോടെ കാണേണ്ട ഒരു സിനിമയായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല, ആ മേക്കിംഗ് വൈസും ബാക്കിയുള്ള എലമെന്റ്സും ഒക്കെ നന്നായിട്ട് ചെയ്തത് സ്ക്രിപ്റ്റിലോ അല്ല കഥകളൊന്നും വർക്ക് ചെയ്യും. കഥയല്ല, കഥ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത കഥയാണ്. പക്ഷെ സ്ക്രിപ്റ്റിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പല സ്ഥലത്തും ഡ്രോബാക്ക്, ക്ലാരിറ്റി കുറവ്, പ്രശ്നങ്ങളൊക്കെ കുറേ തോന്നി. ഞാൻ പറയാം ഒന്നാമത്തെ കേസ് ഒന്ന് ഞാൻ പറഞ്ഞ വാൾട്ടറിൻ്റെ എലമെന്റ് അത് അത്ര വർക്കായി, അത് ആ വർക്കായില്ല, പടമായിട്ട് ചേർന്ന് പോകുന്നൊരു സാധനമല്ല. പിന്നെന്നാ പിന്നെ ഒരു സാധനമുണ്ട് മറ്റേ ഈ ക്ലൈമാക്സിൽ ഇപ്പം ഈ അർജുന ഒരു കാര്യം പറയുമല്ലോ, അപ്പോഴാണല്ലോ ഇവൻ പിടിവിടുന്നത്. അപ്പൊ അതായത് എനിക്ക് അവളെയും വേണം നിന്നെയും വേണം. അത് കേട്ട പാടെ പുള്ളി അങ്ങോട്ട് അതെങ്ങനെയാ കാര്യം പറയാനുണ്ട്. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലേഷനിൽ നിന്ന് അവൻ പോയി, റോഷൻ പോയി, ജയിലിൽ പോയി, കൊച്ചിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കൊച്ചിനെ കണ്ട്. ഈ കൊച്ചും ഇവനും കൂടെ എങ്ങനെയാണ് ഇവരുടെ നമ്മൾ കണക്ഷൻ, അത് ആദ്യത്തെ ആ മൊമെന്റ് പടത്തിലില്ല. ഇവർ ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട്, അതല്ലാതെ ആ കൊച്ചിനോട് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് ആ കൊച്ചു തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആ പടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അല്ല അതാ വെട്രിയാണ് അപ്പനെന്ന് അറിയാം. അതപ്പോ പറയുന്നുണ്ട് ഇതാ വെട്രി എന്ന് പറയുന്നുണ്ട്. ഇൻട്രോ തന്നെ ചീത്ത വിളിച്ചോണ്ട് നമുക്ക് എണീറ്റ് വരുന്നത്. അപ്പോഴാ കൊച്ചോടെ പേടിച്ചു പോയി. ഇതാരാ നോക്കി ഇതാണ് വെട്രി എന്ന് പറയുന്നുണ്ടോ. ഞാൻ കരുതിയത് അറിയത്തില്ല. മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എലമെന്റ് വെച്ചിട്ട് ആ പടം അത്ര നീട്ടിക്കൊണ്ട് പോകാനൊന്നും ഇല്ല പടത്തിൽ. ആ കോൺഫ്ലിക്റ്റ് കുറച്ചും കൂടെ ടൈറ്റ് ആക്കുവാണ് നല്ലതായിരുന്നു. ഇതിപ്പോ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പേരില് അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ വേറെ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇവരിങ്ങനെ കാര്യം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മിനിമം എല്ലാവരും കൂടെ പോയിട്ടോ അല്ല അർജുനന്റെ ക്യാരക്ടർ ഒറ്റയ്ക്കോ എന്ന് വെച്ചാൽ സംസാരിച്ചു നോക്കും. അല്ല പുള്ളി സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു, പറയുന്നുണ്ട്. കാര്യം ഈഗോ ബ്രേക്ക് എന്നുള്ള ചുമ്മാ തെങ്ങിപ്പോ അടിച്ചു തീർക്കുന്നുള്ള ആദ്യം പറഞ്ഞത്. മറ്റേ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ മീമില്ലേ, പുള്ളിയുടെ കഥാപാത്രം ഈ ഇവനെ ഡയറക്റ്റ് ഈ പ്രശ്നങ്ങളെ കൂട്ടി തിരിച്ചു കൊടുക്കുക. നിന്റെ കൊച്ചിന് നിന്നെ ഇഷ്ടമില്ല, നീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണുമ്പം ഭയങ്കര ലേസിയാണ്. സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാകും. അല്ല ഈ കൊച്ചിന്റെ അവൻ ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ട് അർജുന ഷോ മാറ്റി വെച്ചാന്ന് പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല.
ഒരു ബാക്കിയുള്ളവരെ പോട്ടെ, ഒരു കൊച്ചിനോട് ചോദിക്കും അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആ ആങ്കിൾ തന്നല്ലേ പറയുള്ളൂ. പക്ഷെ അല്ല ആ വാച്ച് കൊച്ചിനറിയാം. ആയിക്കോട്ടെ, പറയുന്നുണ്ട് കൊടുത്തു വിടുമ്പോൾ ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ആ പുള്ളി തന്നാന്നല്ലേ പറയുള്ളൂ ശരിക്കും. അല്ല അത് മറ്റവൻ കാണുന്നുണ്ട്, അതൊക്കെ അപ്പൊ തന്നെ അവിടെ ബ്രേക്ക് നീ അവനെ കൊടുത്തു വിട്ടുന്ന ഞാൻ ആ സീൻ കണ്ടപ്പോ ആലോചിക്കും ഭയങ്കര ഇമ്മച്ചുറായിട്ടായി. ഇവൻ വന്ന് ചിലപ്പോ ഇന്റർഫേ ചെയ്ത് ആ സീനിന്റെ തന്നെ ക്ലാഷ് തന്നെ ഒഴിവാക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അത് വളരെ നോർമലായിട്ട് അങ്ങോട്ട് പോയി. അതൊരു പടത്തിന്റെ സെന്റർ ഓഫ് കോൺഫ്ലിക്റ്റ് ആയി. അത് ഇച്ചിരി നല്ലൊരു മടുപ്പല്ല പടത്തിന്റെ അല്ല. പക്ഷെ അല്ല, അവൾ ചോദിക്കുന്നുണ്ട് പകുതി വരെയൊക്കെ രസം ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ പടം ഡൗൺ ആയിട്ട് പിന്നെ ഒന്നും അങ്ങോട്ട് രസിക്കാൻ പറ്റിയില്ല. പിന്നെ ആക്ഷൻസ് അല്ലാതെ കഥയിലോട്ടൊരു ഇൻവോൾവ്മെന്റോ സീരിയസ്നെസ്സോ കിട്ടിയില്ല. അവിടെ ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു, അവിടെ താഴോട്ട് പോയി. അതാ ഞാൻ പറയാം, ക്രൗഡിനോട് കാണുന്ന രസം. പക്ഷെ റോഷൻ ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് വാച്ച്. ഇപ്പൊ പറയുന്നുണ്ട് സാവിയോ മാറ്റി വെച്ചായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയുന്നുണ്ട് സാവിയോടെ ഇരിക്കുന്ന വാച്ച് ഇവന്റെ എങ്ങനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതില് ഇപ്പം മറ്റേ ഫ്ലാഷ് ബാക്കിൽ അത് കാണിക്കുന്നുണ്ടല്ലോ, മറ്റേ ഇടിച്ച് കഴിയുമ്പോ കൈ അത് കണ്ടില്ലേ, മറ്റെന്തോട് കിട്ടിയതല്ലേ. അതിപ്പോ എങ്ങനെയാണ് എടുക്കാം, അതിപ്പോ പൊക്കാം, അടിച്ചു മാറ്റാം, എങ്ങനെയാലും പൊക്കാം. കൊച്ചിനെ അറിയണ്ടേ? കൊച്ചു പറയുന്നുണ്ടല്ലോ ഈ കൊച്ചിന്റെ ഇത് കൊടുക്കുന്നത് വാച്ചാണോ കൊച്ചിന് അറിയാവോ നമുക്കറിയത്തില്ല. ഇല്ല, ഒരു പൊതി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനകത്ത് വാച്ചാന്ന് കൊച്ചിന് അറിയാമെങ്കിലല്ലേ കൊച്ചിന് പറയാൻ പറ്റുള്ളൂ. ഇത് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ടോ, കാണിക്കുന്നുണ്ടോ വാച്ച് പൊട്ടിച്ച് കഴിയുമ്പോ കൊച്ചു കാണിക്കുന്നുണ്ടെന്നേ. എന്നാരാ പറയുന്നത് ഇത് പറയുന്നുണ്ട് ഇവിടെ, അത് പറയുന്നുണ്ട് അവിടെ. പക്ഷെ അത് ഞാൻ പറയാം, എനിക്കിത് ഇത് ലാസ്റ്റത്തെ ഇത് ഡൈജസ്റ്റ് ആയില്ല. ഇത് അത്രയും പറഞ്ഞപ്പോഴേ പുള്ളി അങ്ങോട്ട് പെട്ടെന്ന് ഇതായത് അത് പറഞ്ഞതിന്റെ പേരിലാണ് പുള്ളി അങ്ങോട്ട്. അങ്ങനെയാണ് കാണിക്കുന്നത്. അല്ലെ ലാസ്റ്റ് മറ്റൊരു താളത്തിന് അത്രയും തുള്ളാൻ പറ്റത്തില്ല. അല്ല പക്ഷെ അതങ്ങനെ കോമൺ സെൻസ് ഉള്ള ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാന്നറിയാം, ഇവന്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നോണ്ടായിരിക്കും ഈ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഈ ദേഷ്യം ഉണ്ടല്ലോ, വൈരാഗണം ഇവനെ അകത്താക്കി. ഇവനാണെന്ന് അറിയും, ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ചതിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത്. അന്നേരം നമ്മൾ ഈ പറയുന്ന ബുദ്ധി നമ്മുടെ വർക്ക് ചെയ്യില്ല, നമ്മുടെ ഇമോഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. 7 വർഷം പോയി അതുമല്ല, ഭാര്യയെ കാണാൻ പറ്റിയില്ല, ജാസ്മിനെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും. അതല്ലേ സാബിയെ പറയാൻ പേടിക്കുന്നു, ലിറ്റില് സമ്മതിക്കാത്ത അതുകൊണ്ടല്ലേ. നമുക്ക് പിന്നെ കൺവിൻസ് ചെയ്യാം. എനിക്കത് ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ എന്നാ പറയുക, ഓരോ ആൾക്കാരെ ഓരോരോ പ്ലോട്ടിന് ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട് പടത്തിനെ ഹൈ ആക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മുടെ പ്രോട്ടോകോൾസ് ആയിട്ടുള്ള മറ്റേ ക്യാരക്ടർ വരുന്നു, നമ്മുടെ ലിറ്റിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നു. പുള്ളി വന്നിട്ട് ആദ്യം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറെ കാണിക്കുന്നു. ആ ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്ത് പതുക്കെ പോയി ഒരു എലമെന്റിൽ മറ്റേ പുള്ളിയുടെ ക്യാരക്ടറെ കാണിക്കുന്നു. അപ്പോൾ ഒരു ഹൈ നമുക്ക് കിട്ടുന്നു. ലാസ്റ്റ് വരുമ്പോൾ ഓർഡറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഹൈ കിട്ടുന്നു. ആ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. 4 ക്യാരക്ടറിനെ സെന്റർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നു ഇങ്ങനെ തോന്നിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വയ്യാഴിക അതറിയാം. അപ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല, അത്രയും പ്രായമായ മനുഷ്യൻ. അപ്പോൾ നമുക്ക് കുറ്റം ഒന്നും പറയാൻ പറ്റില്ല. അത് പക്ഷേ സ്ക്രീനിൽ അറിയാം. അത് കറക്റ്റ് കളങ്കാവൽ കണ്ടില്ലേ, കളങ്കാവലിനകത്ത് അറിയാം. പക്ഷെ അതിന് മുമ്പുള്ള പടത്തിലൊന്നും അങ്ങനെ അതിന് മുമ്പുള്ള പടത്തിലൊക്കെ പ്രായം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ പടത്തിന് വേണ്ട എനർജി ഉണ്ടായിരുന്നു. ഷൈലോക്ക് കണ്ടില്ലേ, അതിനകത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ 2 പടത്തിലായി ഈ 2 കണ്ട മമ്മൂട്ടി ഫോൺ ചെയ്തത്. ഇതിനകത്ത് 2 ആ വശത ഫീൽ ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പറ്റുന്നവർ ചെയ്തിട്ടുണ്ട്, പറ്റുന്നവർ ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടപ്പോൾ തോന്നി. പക്ഷെ എന്നാലും അത് പോരാ. ലാസ്റ്റത്തെ എനിക്ക് തോന്നുന്ന ക്യാരക്ടറിനെ കുറച്ചും കൂടെ അതങ്ങനെ വേണമായിരിക്കണം. കാരണം കുറച്ചും ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ, അതങ്ങനെ തന്നെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് പുള്ളി വരാതെ പിന്നെ റോഷനെ കൊണ്ട് തീർക്കണമായിരുന്നു. പക്ഷെ വോൾട്ടർ നല്ലൊരു ചെയ്തില്ല, അവിടെ ചെയ്യേണ്ട അവനെ വെച്ച് മറ്റേ വില്ലൻ കളിക്കുക. അപ്പം അർജുനശോന് വേറെ ഇവനെ വന്ന് ഇടിച്ച് ചാമ്പി കൂട്ടി നശിപ്പിച്ച് ഇരുന്നത് അവനാ. അന്നേരം കാണുന്നവർക്ക് അന്നേരം ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ചു, വാൾട്ടർ വരുമ്പോൾ തന്നെ പടം തീരും. പിന്നെ എന്തിനാ ഒരു ഫൈറ്റ്, ലാസ്റ്റ് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ വെക്കേണ്ട ആവശ്യം പോലും ഉണ്ടല്ലോ. അതൊക്കെ അനാവശ്യമാണ്. എല്ലായിടത്തും ആ ഒരു ഇതുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ആ ഏരിയയിൽ. സെക്കൻഡ് ഹാഫ് പോട്ട് കുറേ പ്രശ്നം. ആദ്യത്തൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ രസമായിട്ടൊക്കെ പോയതാ. ആദ്യത്തെ കുറേ ഫണ്ണായിരുന്നു, സോൾവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവൻ പറഞ്ഞ സാധനം എനിക്ക് നന്നായിട്ട് തോന്നി. കൊച്ചി ലാംഗ്വേജ് തുടക്കത്തിൽ പ്രസന്റ് ചെയ്തപ്പോൾ നല്ല മടുപ്പ് തോന്നി. പുള്ളി വന്നിട്ട് അയ്യോ അത് അവിടെ തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാ. ഇത് പറഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പോൾ അത് ഇച്ചിരി നല്ലൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് കഥ പ്ലേസ് ചെയ്യുമ്പോൾ പിന്നെ അത് കാണിക്കണമല്ലോ. അല്ല എന്നാലും പക്ഷെ ബാക്കിയുള്ളവരെ എടുത്തു നോക്കി നമുക്ക് ഓക്കോട് ഫീൽ ചെയ്യുന്നില്ല.
അവിടെ എല്ലാം അവിടെ ഉള്ള എല്ലാവരും കൊച്ചിക്കാരല്ലേ, പക്ഷെ ആ ഒരു ഓക്കോട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് പ്രോപ്പർ ഇതേപോലെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കൊച്ചി ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി. അത് ഭയങ്കര ഇതായി പോയി. ആൾക്കാർ തൃശ്ശൂർ സ്ലാങ് പറയുമ്പോൾ ഈ സംഭവം ഉണ്ട്. നോർമലി ആ പറയുന്ന അത് പക്ഷേ പടത്തിൽ മൊത്തത്തിൽ അങ്ങനെ നമുക്കൊരു ഇത് തോന്നും, ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ചെയ്ത് ശീലിച്ച ആളും ആർട്ടിഫിഷ്യൽ ചെയ്യുമ്പോൾ അതിൻ്റെ പുള്ളി അത് പറയാൻ വേണ്ടി പറഞ്ഞ പോലത്തെ ഒരു തോന്നലുണ്ട്. അത് അവിടെ തൊട്ടേ അങ്ങോട്ട് ഇതായിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ മോഹൻലാൽ ഇപ്പോൾ ലാലേട്ടനൊക്കെ ഇപ്പോൾ ഈ ഇതുപോലെ എല്ലാ പടത്തിലും ഒട്ടുമിക്ക പടത്തിലും ഇങ്ങനെ ക്യാമിയോ വരുന്നുണ്ടല്ലോ, അത് കണ്ട് ചിലപ്പോൾ ചെയ്തതാണോ ഒരു എനിക്കിതങ്ങനെ ഫീൽ സാധ്യതയുണ്ട്. ഇപ്പോൾ പുള്ളി ആവാം, അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതിനുവേണ്ടി കൊണ്ടുവന്നാണോ കുറച്ചും കൂടെ അല്ല, ഇത് ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ചും കൂടെ ഇത് ലാലേട്ടനായിരുന്നു കമേഴ്സ്യൽ പക്ക ഫോർമാറ്റാണല്ലോ പടം ചെയ്തത്. പക്ഷെ കുറച്ചുകൂടെ ഒറിജിനൽ ആയിട്ട് സിനിമ ചെയ്യാവുന്ന സിനിമയും ആയിരുന്നു അല്ലേ? അങ്ങനെയും ചെയ്യാം, സിറ്റി ഓഫ് കോഡ് പോലെ അങ്ങനെ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത് മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടോ, ഞാൻ പറഞ്ഞില്ല, മൂമെന്റ്സും ക്യാമറയുടെ പരിപാടിയും. സെറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇടുക, അതുകൊണ്ട് കൊച്ചി പ്ലേസ് ചെയ്യാന്നുള്ള കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ സിദ്ദിഖിൻ പുള്ളിയുടെ പരിപാടി എന്തായിരുന്നു? ഇന്നർ കളികളൊക്കെ പുള്ളിയുടെ ആയിരുന്നു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ റോൾ എന്താണ്, പുള്ളി എന്താണ് അവിടെ ചെയ്യുന്നത് എന്നൊന്നും ഇതുവരെ എന്നുള്ള നിലയിൽ അതൊക്കെ എഴുത്തിന്റെ ഒക്കെ ചിലപ്പോൾ ഒരു വീക്ക്നെസ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഡെപ്ത് കൊടുക്കാത്തതും കാര്യങ്ങളൊന്നും വരാത്തതേ. അതുപോലെ തന്നെ തുടക്കത്തിൽ വാൾട്ടർ എന്ന് പറഞ്ഞ കണ്ടമാനായിട്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം പറയണം, ആ നോർമലായി കണ്ടമാൻ അങ്ങോട്ട് വാൾട്ടറിന്റെ പിള്ളേരാണോ പുള്ളിയും വന്നിട്ട് പറയുന്നുണ്ട് വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ അവിടെ ആരും ഇല്ല. അതൊരു ശകലം മടുപ്പ് ചെയ്ത് വന്നായിരുന്നു ആദ്യം. അതൊക്കെയാണ് ഒരു അതെ. പിന്നെ ആദ്യമേ വാൾട്ടർ എന്നുള്ള പേര് ചെറുതായിട്ട് പറഞ്ഞു പോയിട്ട് മറ്റേ ആദ്യമേ ഫേസ് റിവീൽ ചെയ്യുന്നുണ്ട് ടൈറ്റിൽ സമയത്ത്. ആ ക്യാരക്ടറിന്റെ ഫേസ് റിവീൽ ചെയ്യാതെ മാത്രം പറഞ്ഞു പോയിട്ട് അവസാന സർപ്രൈസ് കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി അത് കറക്റ്റായിട്ട് ചെയ്തൊക്കെ നമ്മുടെ വിക്രത്തിനകത്ത് ചെറിയ ചെറിയ സൂചനകളൊക്കെ റോളക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. റോളക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ആക്കിയിട്ട് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു റിവീലിംഗ് ഉണ്ട്. അയ്യോ, അത് അറിഞ്ഞിട്ടും പോയി കണ്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ഡേ പോയത്. സൂര്യ ഉണ്ടെന്നൊരു സൂചന ഉണ്ട്, ഏകദേശം കൺഫേമാണ്. പോസ്റ്റർ വിടുന്നതിന് മുമ്പ് കണ്ട ഏകദേശം അല്ല പടത്തിൽ പോസ്റ്റർ വിട്ടായിരുന്നോ? എന്നാലും ഒരു പോസ്റ്റർ വിട്ട് റിലീസിന്റെ സമയത്തൊരു ലീക്കായി, പടത്തിന് ലീക്കായതുകൊണ്ട് അവരൊരു പോസ്റ്റർ വിട്ടായിരുന്നു. ആ സോഫയുടെ ഇത്രയും ഭാഗം കാണുന്നു, ഫുള്ള് കാണത്തില്ല, ഇത്രയും കാണുന്ന രീതി റിലീസിന്റെ സമയത്ത് വിട്ടു. അത് റിലീസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണോ നമ്മൾ കണ്ടു കഴിഞ്ഞാണെന്ന് ഓർത്തില്ല, എന്താണെങ്കിലും ഉണ്ടെന്നുള്ള സൂചനയുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും. 1-2 തവണ റോളക്സ് എന്ന് പറഞ്ഞൊരു ബെഡാ ക്യാരക്ടർ അവിടെ ഉണ്ട്. എന്നത് മെയിൻ കഥയായിട്ട് ബന്ധപ്പെടാതെ സൈഡിൽ കൂടെ നൈസായിട്ട് പറഞ്ഞു പോകുന്നത്. നമുക്ക് ആ ഒരു ബോധം തലയ്ക്കാത്തുണ്ട്, പക്ഷെ നമ്മളതിവിടെ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഒരു വരവ് ഇങ്ങ് വരുമ്പം അടിപൊളി സംഭവമായിരുന്നത്. അത് എന്ന് പറഞ്ഞ പോലെ സംഭവം അത് കോപ്പി ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആയിരുന്നെങ്കിൽ ഇതിലൂടെ ഇമ്പാക്ട് കിട്ടിയാനെ. ഇത് ആദ്യമേ തന്നെ മമ്മൂട്ടി ഉണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് പറയാൻ തന്നെ കാണുന്നത് കുറെ പ്രതീക്ഷിക്കാൻ വരും. അപ്പൊ അതിനപ്പുറം പിന്നെ ചെയ്യണം. അതുമില്ല, താഴെ പോവുകയും ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ തോന്നി, എനിക്ക് പടത്തിന്റെ ഓപ്പൺ ഇമേജ് കണ്ടായിരുന്നു. ഈ മറ്റേ ലേഡി ക്യാരക്ടർ ഇങ്ങനെ അവിടെ കിടക്കുന്നു, മറ്റേ ഇങ്ങനെ ചാടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. എന്തിനായിരിക്കും അത് ഓപ്പൺ ഇമേജ് ആയിട്ട് വെച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതാ പടത്തിന്റെ ഓപ്പണിംഗ് ഇമേജ്. ശരിക്കും പടം സ്റ്റാർട്ട് ചെയ്യും, അതാ പടത്തിന്റെ ഓപ്പണിംഗ് ഇമേജ്. പടം ഷോട്ട് തുടങ്ങുമ്പോഴത്തേനും ക്യാമറ ഇങ്ങനെ താഴോട്ട് പാൻ ചെയ്ത് വരുന്നുണ്ട്. ആ മറ്റേ വണ്ണുള്ള പുള്ളി ആ റിങ്ങിന്റെ ഇത് കയറി നിന്നിട്ട് ഓപ്പണിംഗ് റിയാക്ഷൻ കാണിച്ചിട്ട് എനിക്കറിയത്തില്ല അത് എങ്ങനെ കട്ട് ചെയ്ത് വെറുതെ ഇട്ടതാണോ അതോ ഒരു കാര്യം എന്തിനാ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഒരു ബന്ധമില്ല. സാധാരണ നമ്മളൊരു സിനിമയുടെ ഓപ്പണിംഗ് ഇമേജ് റോളുണ്ട്. അല്ല ആദ്യത്തെ ഫൈറ്റ് ആണല്ലോ ചിലപ്പോൾ, അതായിരിക്കും. അതങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ശരി, അത് ഓർത്തിരിക്കുന്ന പോലും ഇല്ല. ഞാൻ ശ്രദ്ധിച്ചു, ഞാനിങ്ങനെ പോവാ ഇത് ഏതൊരു ഇമ്പോർട്ടൻറ്റ് സീനാന്ന് കാണും വിചാരിക്കുന്നത്. ഒരു ഓപ്പണിംഗ് ഇമേജ് എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കണക്ഷനും അതിനകത്ത് തോന്നിയില്ല. വേറൊരു ചെറിയ കാര്യം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി നോൺ ലീനിയർ ആയിട്ട് കാണിക്കാമായിരുന്നു തോന്നിയായിരുന്നു. ഇത് നോർമലി ഒറ്റ ലീനിയർ ആയിട്ട് നേരെ പോവാ. ഇപ്പം ഇവരുടെ പാസ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടമായതുകൊണ്ട് ചെറുപ്പത്തിലെ ചില എലമെന്റ്സ് കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണിച്ചു പോകുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു എൻഗേജ്ഡ് ആയാണ്, ടൈറ്റ് ആയാണ്.
ഇതിപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്ന കാര്യം. ചിലപ്പോൾ ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞായിരിക്കും ആ സംഭവം വരുന്നത്. അത് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആണ് താനും. അപ്പോൾ നമുക്ക് ആ ഒരു രസം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ സംഭവം ഫീലൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ വലിയ ക്രിട്ടിക്കലായിട്ടൊന്നും ആലോചിക്കാതെ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം എന്നുള്ളത് ആ ഒരു മൈൻഡിലങ്ങ് പോയി കാണുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരാ എന്നുള്ളത്. ഓളം വെക്കാൻ അങ്ങനെയൊക്കെയാണ് ചുമ്മാ പോയി കാണാം. ക്രൗഡ് വേണം. നല്ല ഇതിപ്പം ഓപ്പണിംഗ് ദിവസത്തിലൊക്കെ പോയി ഫാൻസാറോടൊക്കെ പോയി പടം കാണുവാണെങ്കിൽ നല്ല ഓണം നല്ല കിക്കും കിട്ടും. അതെ, എനിക്ക് ഇവരുടെ റിലേഷനൊക്കെ മനസ്സിലായില്ല. ഇതിൽ ആരൊക്കെയാണ് ചേട്ടനനിയൻ? അവിടെ ക്ലാരിറ്റി കുറവുണ്ട്. എനിക്കും മാത്ര ആരുടെ ഏട്ടൻ, ആരുടെ അനിയൻ, ആരുടെ അച്ഛൻ അമ്മ, സ്വന്തമാണോ അതോ കസിനാണോ അതോ ചുമ്മാ അനിയനും ചേട്ടനും പോലെ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാണോ ഒന്നും വ്യക്തമല്ല. ഈ വോൾട്ടർ വന്നപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. വോൾട്ടർ വന്നപ്പോൾ ഒരു പയ്യനെ രണ്ടുപേരെ കൊണ്ടെന്ന് പറഞ്ഞാൽ സർക്കസ്. അത് എനിക്കൊന്ന് അർജുന അശോകനും വെട്രിയാണോന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും രണ്ട് മക്കളാണ്. കൊച്ചിൻ്റെ കൂടെ അല്ല താമസിക്കുന്നത്. അർജുനാശോനെ ശരിക്കുള്ള വീട്ടിൽ പോകുന്നു കാണിക്കുന്നുണ്ടല്ലോ. അതല്ല ഒരു മച്ച മേല കിടക്കുന്ന പറ അവന്റെ അച്ഛനല്ലേ വിളിക്കുന്നത്. അതാരപ്പോ അതും മറ്റേ വേറെ ആരുടെ അച്ഛനായിരിക്കും. അതിപ്പോ എല്ലാരെയും അച്ഛന്നല്ലേ വിളിക്കുന്നത്. അത് വേറെ. അപ്പൊ എങ്ങനെ ഈ ലിറ്റിലിന്റെ അടുത്തെത്തി, ലിറ്റിലിന്റെ അമ്മയുടെ അടുത്തെത്തി ഈ പിള്ളേരെങ്ങനെ എത്തിയത്? വാൾട്ടർ കൊണ്ടാക്കിയിട്ട് പോകുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. വാൾട്ടറും അത് എവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. വാൾട്ടറും പറയുന്നതാണോ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. തുടക്കത്തിൽ കുറച്ച് പോർഷൻ ഇങ്ങനെ വിട്ടുപോയി. ഇതെല്ലാം കണ്ടപ്പോൾ കൊച്ചി സ്ലാങ്ങിന്റെ അല്ല മൊത്തത്തിൽ ഒരു ഞാൻ എന്റെ പോയത് എനിക്ക് കൊച്ചി ആയത് കൊണ്ടുള്ള ഒരു ട്രോമ കാരണം പോയതാണ്. അതുകൊണ്ട് പോയതാ. അല്ലാതെ എനിക്കത് ഈ റെസ്ലിംഗ് പരിപാടി അത് പ്രത്യേകിച്ച് വെള്ളത്തിൽ തോട്ടിച്ചാടുന്നത്, ഈ സ്ഥിരം തോട്ടിച്ചാട്ടലായിരുന്നു. ഇത് എഫ് അടിക്കുക, മെയിനായിട്ട് എഫ് ചെയ്യുക. വലിയ പരിക്കില്ല സാധനം. എഫ് അടിക്കാൻ വലിയ പരിക്കില്ല. സ്കൂളിലൊക്കെ വെച്ചിട്ടേ ചിലവന്മാരൊക്കെ അണ്ടർടൈഗറായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും. കണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ. അത് ഭയങ്കര സാധനം. മറ്റേ പുള്ളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടല്ലോ. ഇൻഫ്ലുവൻസ് നടത്തി കൊണ്ടുവന്നതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചെറുപ്പത്തിൽ റെസ്ലിംഗ് കണ്ട് വളർന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മെയിനായിട്ട് കട്ടിലേക്ക് നടി മെയിനായിട്ട് വെള്ളമൊക്കെ മെയിനായിരുന്നു തോട്ടിൽ തുടങ്ങുമ്പോൾ. ഇനിയിപ്പോൾ എന്താ പടത്തെ പറ്റി പറയാനുള്ളത്? പക്ഷെ എനിക്കത് ഇപ്പോഴും കൺവിൻസ് ആവുന്നില്ല. ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞ എനിക്ക് നിന്നെയും വേണം കൊച്ചിനെയും വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പെട്ടെന്ന് അവിടെ കൺവിൻസ് ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും. അതാ പറഞ്ഞേ, ഒന്നാമത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് കാര്യം മുഴുവൻ തട്ടിക്കൂട്ടാ. അപ്പോൾ പിന്നെ അത് ഇതൊരു വലിയ ഡീലായിട്ട് നമ്മൾ എടുക്കാത്ത, ബാക്കി ഓൾറെഡി ഒരു അവയിൽ പരുവത്തിലാണ് കിടക്കുന്നത്. അപ്പം ഇത് നമ്മൾ വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. സ്ക്രീൻ പ്ലേ ബേസ് നല്ലതായിരുന്നെങ്കിൽ, സ്ക്രീൻ പ്ലേ ബേസും കൂടെ പണം നല്ലതായിരുന്നെങ്കിൽ നല്ല രീതിയിൽ മലയാളത്തിൽ കളക്ട് ചെയ്യണം, നല്ല ഓളം ഉണ്ടാക്കുന്ന സിനിമയായിരുന്നു ശരിക്കും. ഞാൻ പറയുന്ന അനുസരിച്ച് ഒന്നും തുള്ളുന്നുണ്ടല്ലോ. കൊച്ചിനെ അടികള എന്ന് പറയും. അടിക്കും എനിക്ക് നിന്നെ വേണം. അങ്ങനെയായിരിക്കും. റോഷനെ പോലെ നല്ലൊരു പെർഫോമർ അല്ല ചെയ്തെങ്കിൽ ആ ക്യാരക്ടർ പാളിപ്പോയി. ഇതുകൊണ്ടാണ് ആ ക്യാരക്ടർ അത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. പെർഫോമൻസിലാണ് സാധനം അത്ര നിൽക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം പോയി. അത് പേടിയാവും. നല്ലപോലെ എഴുതാത്തൊരു കഥാപാത്രം ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് ക്യാരക്ടറിന്റെ. നല്ലപോലെ എഴുതാത്തൊരു കഥാപാത്രം. ആ വണ്ടിയെ വരുന്ന മറ്റേ ഇടിക്കുന്ന സീനുണ്ട്. ഞാൻ പറയാൻ വിട്ടു, ഞാൻ പറയാനിരിക്കുന്നു. ഞാൻ ഓർത്ത് അർജുൻ അടിച്ചു പറഞ്ഞ ഡയലോഗ് അർജുൻ അടിച്ചു. അതിന് മുമ്പ് പുള്ളി കണ്ണും തള്ളിയിരിക്കും. ആ സമയത്ത് ഒരു വാൾട്ടർ മറ്റവൻ എങ്ങനെ ഉണ്ടോ, വെട്രി എങ്ങനെ ഉണ്ടോ, അവനൊക്കെ എല്ലാം വിട്ട് നന്നായി ഒതുങ്ങി. പഴയ വെട്രി ഒതുങ്ങി സാറേ. വെട്രി നന്നായി ഒതുക്കി. ഉയ്യോ, അവിടെ പാട്ട് വരുന്നുണ്ടല്ലോ. ഏതായിരുന്നു ഒരു മ്യൂസിക് വരുന്നുണ്ടോ അവിടെ നേരം? ഏരിയ ഭയങ്കര രസമായിരുന്നു. ഇവിടെ നിന്ന് പെട്ടെന്ന് നാല് ഷോട്ട് നോക്കുമ്പോൾ കണ്ണും തള്ളി ഇരിപ്പുണ്ട് പുള്ളിയുടെ. അവിടുത്തെ റിയാക്ഷൻ അടിപൊളിയല്ല. ഇപ്പം മാറിയിട്ടില്ല അതുള്ള സാധനം മാറ്റം. എല്ലാവർക്കും പേടി. ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പേടിയോ, അവർക്കെല്ലാം പേടി ഇവനെ. അതൊരു പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ കിട്ടുന്നുണ്ട് സാധനം. ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പടം മലയാളത്തിലെ നല്ല കളക്ട് ചെയ്യേണ്ട നല്ലൊരു കഥയായിരുന്നു. നല്ല പെർഫോമൻസ്. ബാക്കി എല്ലാം പണ്ട് ല്ല ഈ പറഞ്ഞ പോലെ അവിടെ സർക്കസും ബാക്കി അങ്ങനത്തെ പരിപാടി കൂടെ ഇൻസ്പയർ ആയിട്ട് വന്ന കുറച്ച് പിള്ളേർ, ഒരാശാൻ, അവിടെ ഒരു പാസ്റ്റ്, അത് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നു, വേറെ പിരിഞ്ഞു പോകുന്നു.
കുടുംബ പ്രശ്നം ഉണ്ടാകുന്നു, അതും ഉണ്ടാകുന്നു. മറ്റേ സായികുമാറിൻ്റെ ടീം, നമ്മുടെ ടീം വേറെ വേറെ അടി ഉണ്ടാകുന്നു. സിദ്ദിഖിനിടയ്ക്ക് അവിടെ ഉണ്ട്. മറ്റേ എൻ്റെ ആ വീട്ടിലെ പെണ്ണെ അടിച്ചുകൊണ്ട് 3 വർഷം കെട്ടി, അവിടെ അങ്ങനെ കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം കൂടെ നിൽക്കുന്നത്. ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സോൾവ് ആകുന്നു. ഇങ്ങനത്തെ ഒരു കഥ വലിയ കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു കഥ. പക്ഷെ നല്ല രീതിയിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിലും പടം നല്ലൊരു പടമായിരുന്നു ശരിക്കും. നല്ല രീതിയിൽ മലയാളത്തിലെ നല്ല കളക്ഷൻ ഉണ്ടാക്കാണ്ട് ഇതിൽ ഇപ്പൊ ഉണ്ട് ഇല്ലെന്നല്ല, ഇതിൽ മേളിൽ പോകേണ്ട ഉറപ്പായിട്ടും. കാരണം മമ്മൂട്ടി എന്നുള്ള ഫാക്ടറോട് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നന്നായിട്ട് കയറി പോനെ. ഇല്ലില്ല, ഇതിൽ നന്നായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ നന്നായനെ. എൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞ് പടം കൊള്ളാം, പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ നനഞ്ഞ ഒരു പടക്കം പോലെ പോയി. നനഞ്ഞ ഒരു പടക്കം പോലെ പോയി. ഉറക്കമൊക്കെ രസമായിട്ട് പോകുന്നതാണ്. ഒരു പകുതി കഴിയുന്ന വരെയൊക്കെ ഇതിൽ ബോറടിയോ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ആ ഓളത്തിലിങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പം അങ്ങോട്ട് എവിടേക്കോ ഒരു വീക്കായിട്ട് തോന്നി. അതുകൊണ്ടാ പറയുക. അതൊരു വിഷയ സാധനമാണ് കേട്ടോ, അതൊരു വിഷയ സാധനമായിരുന്നു. അതെ, ആദ്യത്തെ വീഡിയോ ആയിരുന്നത്, കന്നി വീഡിയോ ആയിരുന്നു. ഫോൺ ചതിച്ചു. അതൊരു രസമായിരുന്നു കേട്ടോ, ഒരു കിടിലം പരിപാടിയായിരുന്നു. അതിൻ്റെ അത് കുറേ സാധനം ഉണ്ടായിരുന്നല്ലോ. എന്നാ വാ പോം, എന്നാ വാ പോം. കൊള്ളാം. ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫാമിലി ആയിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു എന്റർടൈനറാണ് പടം. കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പടം ചെയ്യുമ്പോൾ ഈ പടത്തിന്റെ എന്നല്ല, പൊതുവേ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇച്ചിരി എനർജറ്റിക് ആയിട്ട് അത് വരും. അല്ല, ഇപ്പൊ നമ്മള് ഭയങ്കര സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ പടത്തിന് ഇച്ചിരി ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. ഇത് നമ്മൾ പെർഫോം ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ സംസാരിക്കുന്ന കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഇരുന്നിട്ട് അതങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു സാധനം ഇല്ലേ, ആവേശം വരണമെന്നില്ല. ഇപ്പൊ കേൾക്കുന്നവർക്ക് തന്നെ ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് ബോറടിക്കും. ഈ ഒരു ഇച്ചിരി എൻഗേജ് ആയിട്ട് ഇച്ചിരി എനർജി എടുത്ത് ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി രസം ഉണ്ടായിരിക്കും. ഇട്ടോ വീഡിയോക്ക് അകത്തിട്ടോ അപ്പന്മാർക്ക് മനസ്സിലാവും. അപ്പന്മാർ മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ, കാര്യമൊക്കെ അറിയാം. അറിയാണ്ടല്ല കളത്തിലാ അത് ആവേശം കൂടാൻ മാത്രം ഉള്ളതൊന്നും ചിലപ്പോ കയറി വരും. ഇപ്പൊ KGF ഒക്കെ കണ്ടിരിക്കുന്ന പോലെ അതുപോലെ കയറി വരും. അതൊക്കെയാണ് ചിലപ്പോ ഒന്ന് പവർ ഹാന്. അതൊക്കെ ഇനി എന്നിറങ്ങുമോ? ദൃശ്യം 3യുടെ ഷൂട്ട് കഴിഞ്ഞു, ഡബിങ് ഇരുന്നു. മോഹൻലാലിന്റെ ഡയലോഗിന്റെ ഡബിങ് ഇരുന്നു. പുള്ളി എന്ത് പടം, മറ്റേ വലദോഷത്തെ കള്ളൻ എന്ന് പറഞ്ഞ പടത്തിന്റെ റീൽ ഇന്നലെ തിയേറ്ററിൽ പോയി നേരത്തെ ഷൂട്ട് ചെയ്ത് നീ കണ്ടായിരുന്നോ? പടം ഇറങ്ങിയില്ല, അറിയത്തില്ല. നല്ല ട്രെയിലർ, നല്ല രസമുണ്ട് ട്രെയിലർ കാണാൻ. കണ്ടായിരുന്നു. കണ്ട് ഞാൻ നോക്കുമ്പോൾ ജിത്തു ജോസഫ്, ഞാൻ ഓർത്ത് ഇങ്ങനെ എന്ത് പടം ജോസഫിന്റെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ജിത്തു ജോസഫിന്റെ പടം നല്ലതായിരിക്കും, സാധ്യതയുണ്ട് കേട്ടോ പടം. മിനിമം ഗ്യാരണ്ടി കാണുമായിരിക്കും. അല്ല പുള്ളി എന്ത് പടം ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പുള്ളി റാമ് കിടക്കുക, തീർന്നിട്ടില്ല. റാം ഡ്രോപ്പായില്ലേ? ഡ്രോപ്പായോ ആണെന്ന് പറയുന്നത് കേട്ടു. അത്ര ആളായി റാമ്. പിന്നെ ദൃശ്യം 3 ഇപ്പം വലതുവശത്തെ കള്ളൻ, പിന്നെ ഏതാണ്ടുണ്ടല്ലോ, വേറെ അറിയില്ല. റാമ ഡ്രോപ്പായോ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാലോ കാണുന്ന അറിയത്തില്ല ശരിയാണോന്ന്. സ്പെഷ്യലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലാലാറിന്റെ ഡബിങ് കഴിഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് പോടാ, ഒറ്റ ദിവസം ഡബിങ് തീർന്നു പറഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഡബിങ് തീർന്നു. പുള്ളിയുടെ പോർഷൻസ് മൊത്തം. ഇതില് മറ്റേ നമ്മുടെ മോഹിനിയാട്ടത്തില് സജു കുറുപ്പ് 2 ദിവസം കൊണ്ട് തീർത്തത്. പിന്നെ അപ്പോൾ ലാലേട്ടനെ ചെയ്ത് തീർക്കാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്. പിന്നെ എത്ര 365ാമത്തെ സിനിമയാണ്ടത്. പിടിക്കുന്നു. അവർക്കറിയാലോ അവരെന്താ പറഞ്ഞെന്നുള്ള ഒരു ഇത് കാണും. നേരെ എടുക്കുക സുഖം. നമ്മൾ ചെയ്യുമ്പോഴല്ലേ 4-5 ദിവസം പോകും. നമ്മളൊക്കെ ഇവിടെ ഒരു സാധനം ചെയ്യാൻ ഇപ്പം റെക്കോർഡ് ചെയ്യണം.
എൻ്റെ അത് നല്ലല്ലേ നോട്ടായി ഒന്നുമില്ല. ഞാനൊക്കെ എൻ്റെയൊക്കെ ചെയ്ത പോലെ 2 ദിവസം എടുത്തിട്ടായിരുന്നു ആ ചെറിയ സാധനം ആ ഷോർട്ട് ഫിലിം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ മനസ്സിലായി ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത് ചെയ്തപ്പം കുറച്ചുകൂടെ ഈസിയായി. അപ്പോൾ ഒന്ന് ആലോചിക്കും ഇത്ര 10-300 പടം ചെയ്തിട്ടിരിക്കുന്നവർക്ക് ഇല്ല കന്നിക്കാഴ്ചയാണോ? നിത്യത്തൊഴിൽ അഭ്യാസം എന്നൊക്കെ പറയുന്ന പോലെ അതെ വിദ്യാഭ്യാസം ഞാനും എടുക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ചെയ്യാ പോവാ. അങ്ങനെ ലൈവാക്കാനോ എനർജി ആക്കാനോ ഇടിക്കണോ ഇടിക്കണോ? അതെ ഇവിടെ ഇടിക്കണോ? അത് കമ്മറ്റിപ്പാടായിരുന്നു അല്ലേ? പുള്ളിനെ കാണാമല്ലോ ബാലൻചേട്ടൻ നിന്നപ്പം. അല്ല വിനായകനായിരുന്നു ബാലൻചേട്ടൻ ഇപ്പോഴേ പേട്ടയിലെ മറ്റേ തമിഴിലൊക്കെ വന്നു പോയി. ഈ വിശാഖ് ചെന്നൈയിൽ നാടകം ചെയ്തോണ്ട് നാടകമൊക്കെ വിശാഖ് ഈ പടത്തിലെ കിട്ടില്ല പെർഫോമൻസ് ഉണ്ടല്ലോ. എനിക്ക് മറ്റേ നമ്മുടെ ഡാൻസിങ് റോസി ഇല്ലേ നമ്മുടെ വിശാഖ് ഈ പടത്തില് എടാ പടത്തിലെ വില്ലൻ അതല്ല അവിടെ നിന്ന് പേര് നോക്കിച്ച് പറഞ്ഞു. വിശാഖ് പ്രൊഡ്യൂസറിൻ്റെ അനിയനാണ് മറ്റേ ലിറ്റില്. അപ്പം പുള്ളി മറ്റേ ചെന്നൈയിൽ നാടക ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. റോഷനൊക്കെ ആണല്ലോ നാടകത്തിന്റെ ഉണ്ട്. റോഷനാണ് അതിനകത്ത് മറ്റേ ഫാസ്റ്റ് കാണിക്കുന്ന ക്യാരക്ടറിനൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റിനൊക്കെ നാടകത്തിന് എന്തോ ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോൾ അവർ ഒരുമിച്ച് അവിടെ എന്തോ ചെയ്തിട്ടുള്ളല്ലേ ഒരുമിച്ച് നാടകത്തിന് ഈയിടെ കുറച്ചു മുമ്പ് ഒരു പടം കുറച്ചു നാൾ മുന്നേ അവരുടെ പടം ഇറങ്ങിയത് അവരൊന്നിച്ചുള്ള ഞാൻ കണ്ടു തുടങ്ങിയത് തീർത്തില്ല. നല്ല രസമുണ്ട് ലൈവാ ഭയങ്കര. അല്ല അപ്പോൾ തന്നെയല്ലേ മറ്റേ നമ്മുടെ ആ അനശ്വര രാജനുള്ള മറ്റേ പടത്തിനകത്ത് മറ്റേ ഇത് ചെയ്യുന്നത് നൈറ്റി റോൾ ചെയ്യുന്നത് അത് തന്നെ രേഖാചിത്രത്തിലും മറ്റേതിലും എടാ ആർട്ടിസ്റ്റ് അല്ലല്ലോ നമ്മുടെ വിനയ് ഫോർട്ടിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ അതല്ല പുള്ളിക്കാരി ആദ്യമായിട്ട് വരുന്നത്. അപ്പം എനിക്ക് പടം മനസ്സിലായി പേര് നോക്കുന്നില്ല. ഏതാ സാറാണ് തമാശയോ ആണോ മറന്നുപോയി. അപ്പോൾ പുള്ളി ഈ വിശാഖൻ്റെ കണ്ടപ്പോൾ എനിക്ക് മറ്റേ ഡാൻസിങ് റോസി ഉണ്ടല്ലോ നമ്മുടെ സറപ്പേട്ട പിന്നെ നമ്മുടെ പാരജ്യത്തിൻ്റെ സറപ്പേട്ടയോ ആ അതിൻ്റെ ഇല്ലേ? ഓ കണ്ടില്ല. അതിൻ്റെ അകത്തൊരു ഡാൻസിങ് റോസി ഉണ്ട്. ഈ മെയ്വഴക്കോ അങ്ങനെ ഒരാളുണ്ട് ശരിക്കും. അങ്ങനത്തെ ഒരു ഫൈറ്ററുണ്ട് ശരിക്കും. ആ പുള്ളിയുടെ ഒരു മെയ്വഴക്കവും പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പുള്ളി ഇങ്ങനെ ഇളകി ആടി ആ ഒരു പരിപാടി നല്ല രസമുണ്ടത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ പടത്തിൻ്റെ വർഷങ്ങളാണ് പുള്ളിയുടെ പുഴയിൽ ഒരു കുഴപ്പമില്ല. പുള്ളി നല്ലൊരു പെർഫോമർ എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയെ റോഷനെ മറ്റേ കുപ്പി എന്ന് പറയാം ആനന്ദത്തില് കുപ്പി അതില്ല കുറച്ച് മമ്മൂട്ടിയുടെ ഇത് രണ്ടാമത്തെ പടം പുള്ളി മമ്മൂട്ടിയുടെ കൂടെ മറ്റേ പുത്തൻ പണത്തിലുണ്ടല്ലോ പുത്തൻ പണത്തിലുണ്ട്. ഈ പടത്തിൽ വന്നപ്പം മമ്മൂക്ക ചോദിച്ചു എന്നെ മനസ്സിലായത് നമ്മളൊന്നിച്ചിരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടെന്നൊക്കെ നമ്മളൊന്നിച്ചിരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടെന്ന്. എൻ്റെ ചോദ്യം എൻ്റെ പൊളിന്നും ചെയ്യുന്നുണ്ടോ ഇത് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. ഇറക്കിട്ട് പറഞ്ഞാൽ മതി കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് പടത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു മനസ്സിലായി. ഞാൻ ഒന്നുമില്ല ബ്ലാക്കിലെ മോഡുലേഷനോ അങ്ങനെയൊക്കെ ആയിരുന്നാലും മതിയായിരുന്നു. അല്ലെങ്കിൽ ബിഗ് ബിയിൽ ബ്ലാക്ക് പോലെ ബ്ലാക്കൊക്കെ ഷൺമുഖന് കന്നിക്കാഴ്ച ഷൺമുഖനൊക്കെ ഏതല്ലേ അയ്യോ ഷൺമുഖൻ ഇത് കന്നിക്കാഴ്ച ഒന്നുമില്ലെന്ന് കടയ്ക്കത് പേരിനായിരുന്നു എന്നാ ഷൺമുഖന് കാരിക്കാമുറി ഷൺമുഖൻ അതൊക്കെ ചുമ്മാ ആ പൊക്കോ പറഞ്ഞു രഞ്ജിത്തിന്റെ പടം ലാൽജോസ് അങ്ങനത്തെ ചെയ്തിട്ടില്ലല്ലോ ചെയ്യൂല്ലോ എനിക്ക് തോന്നുന്നില്ല.
കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഈ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അതും മറ്റേ പുള്ളിയുള്ള ഡേവിഡ് കാർലോസ്, ഡെവിനോ ഡെവിൾ എന്നാണ് അവസാനം വരുന്നത്. ആൾക്കാരങ്ങനെ ഡെവിൾ പടവീടൻ അത് വരുന്നുണ്ടല്ലോ ഇനി. എനിക്കൊന്ന് സ്പിൻ ഓഫ് പോലെ ചുമ്മാ കയറി പോകുന്നതായിരിക്കും. 6 പടത്തല്ല, രഞ്ജിത്തിന് പടത്തിൽ തന്നെ തോന്നുന്നു അല്ലേ? രഞ്ജിത്തിന് പടമല്ല, അല്ല രഞ്ജിത്തിന് പടാൻ തോന്നുന്നു. മറ്റേ നമ്മുടെ എനിക്കൊന്ന് ഇത് ജോർജ് സാറുണ്ട്, പുള്ളിയുടെ പടാന്ന് പുള്ളിയെ ലീഡ് റോള്. ജോർജ് സാർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വന്നു പോകുന്ന ക്യാരക്ടറോ ശർമ്മ. ഓ അത് ഇച്ചിരി തിയേറ്ററോളം വെക്കുമായിരിക്കും. തീയായിരുന്നു. പക്ഷെ ആ ലുക്ക് ഉണ്ടായിരുന്നു, കിട്ടില്ല ഇപ്പോഴും. പ്രോപ്പറായിട്ട് കണ്ടില്ലേലും ഒരു ഫോട്ടോ കണ്ടു. ഫോട്ടോ അല്ല, നടന്നു പോകുന്നൊരു ഷോട്ട് കണ്ടോ? ഫോട്ടോ വീഡിയോ ഉണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഷർട്ടൊക്കെ കൈയൊക്കെ കയറ്റി വെച്ചിട്ട് ഷർട്ടും ഒരു കാർഗോ പോലത്തെ എന്തോ ഒരു പാൻ്റൊക്കെ ഇട്ട് പഴയ ലുക്ക് സാധനമൊക്കെ ഇട്ട് പോകുന്നുണ്ട്. എന്നാ ഡയലോഗൊക്കെയാ പടത്തിൽ ബ്ലാക്കിലെ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് നമ്മുടെ ഹീറോ. തീട്ടം വെട്ടിയ മുറിയത്ര കത്തിയായിട്ട് കിട്ടില്ല സാധനമൊക്കെ. എന്ത് ഡയലോഗാ പടത്തിൽ. അയ്യോ അതൊന്നും ഒന്നുകൂടെ കാണാനുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണേണ്ട സിനിമകളാണ്. ഇപ്പോൾ ഒക്കെ അത് റീ റിലീസ് ചെയ്യാറുണ്ടെങ്കിൽ ഒരു ഹൈ കിട്ടിയാണ്. നല്ല പ്രൊമോഷനൊക്കെ കൊടുത്ത ആളൊക്കെ വരുത്തി റിലീസ് ചെയ്യണം. അല്ല പടത്തിന് ഓൾറെഡി ഇപ്പം തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ഉണ്ട്. ഈ ഷൺമുഖൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഹൈപ്പുണ്ട്. അതൊന്ന് ഇടയ്ക്ക് ഇൻസ്റ്റയൊക്കെ ഈ ഫേസ്ബുക്കൊക്കെ പോകുമ്പോൾ കാണാം, ഈ സീനൊക്കെ കിടക്കുന്ന കാണാം. അതിന് ഡയലോഗ്സ് ഉണ്ടെന്നോ, കൈയടിക്ക് ഒരുപാട് സാധനം കൊണ്ട് കിട്ടും. കത്തിയായിട്ട് ഷൺമുഖനെ വരെ മതി. അതെ, എങ്ങനെ പറഞ്ഞു വലിപ്പിക്കുന്നുള്ളതാണ്. അയ്യോ അതെ അതെ ആ സമ്മതിയുണ്ട്. അതൊരു പ്രത്യേക കഴിവ് കേട്ടോ. അത് ആ സാധനം പോയി എഴുന്നതിൻ്റെ മേലെ സാധനം കിട്ടുക എന്ന് പറഞ്ഞാലേ ശരിക്കും തന്നെ ഡ്രാമാറ്റിക് ഡയലോഗാണ്. പഴയ സിനിമകൾക്ക് അതൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ഫീൽ ചെയ്യാം. അതാ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞ് ഒപ്പിക്കുന്നത് ഇവര് സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആലോചിച്ച് പോസൊക്കെ എടുക്കുന്നത് എന്റെ പൊന്നെ മോഹൻലാലൊക്കെ നെടുതികൊണ്ട് ഡയലോഗ് പറയുമ്പോൾ അതിനൊക്കെ പോസ് എടുക്കുന്നത് നമുക്ക് മനസ്സിലാകത്ത് പോലും. അതുപോലെ രസമായിട്ടാണ് പറയുന്നത്. ട്രെൻഡ് ആയിരുന്നല്ലോ മറ്റേ സുരേഷ് ഗോപിയൊക്കെ ഇംഗ്ലീഷ് നെടുന്നീള രഞ്ജിപ്പണിക്കണ്ടൊക്കെ സ്ക്രിപ്റ്റ് പറയുന്നത് ഇമോഷണലിയും കൂടെ പറയും. ചില സാധനങ്ങൾ വലിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇമോഷണലിയും കൂടെ അടിക്കാന്നൊക്കെ പറയുമ്പോൾ അയ്യോ അറിയാം നിങ്ങൾക്ക് ചെയ്യുമെന്നറിയാം. ഒരു കുഴപ്പമില്ല. എന്നാ കുഴപ്പം? അയ്യോ അപ്പം എല്ലാവർക്കും ഒരു ദിവസം ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോട് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ എന്ന് പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും വരയ്ക്കും എന്നൊക്കെ തമിഴിലേ പോയി സന്ധ്യയ്ക്ക് വരയ്ക്കും വണക്കം. അതുകൊണ്ടല്ലോ കാച്ച ബ്ലൂപ്പറൊക്കെ ആയിട്ട് ഇടാം. ഇത് അങ്ങനെ സാധനമില്ലേ ബ്ലൂപ്പറല്ലേ? അതിനാ ബ്ലൂപ്പറിടാം. ഞാൻ ബ്ലൂപ്പറിടാലോ. എൻ്റെ കുറച്ച് ബ്ലൂപ്പർ ഉണ്ട്.